Voice of Couture, bridging heritage and headlines. Shri Rama 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 Shri Ramachandra Jaya Shri Rama 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 Shri Ramabhadra Jaya Shri Rama 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 Lokabhirama Jaya ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ലക്ഷ്മണന്റെ ഒരു മനോസഞ്ചാരം കൂടി രാമായണത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു എന്നുള്ളത്. പല സന്ദർഭങ്ങളിലും വളരെ വൈശിഷ്ട്യമാർന്ന സ്വഭാവ വിശേഷങ്ങൾ ലക്ഷ്മണനിൽ പ്രകടമാകുന്നുണ്ട്. ശ്രീരാമൻ എപ്പോഴും ആദർശ പുരുഷനാണ്. അതുകൊണ്ട് തന്നെ സത്യത്തെ തേടിയെത്തിയുള്ള ധർമ്മത്തെ അനുകരിച്ചുകൊണ്ടുള്ള ആ ഒരു യാത്രയിൽ പങ്കാളിയാകാണ് ലക്ഷ്മണന്റെ ധർമ്മം. പകലെന്നോ രാത്രിയോ എന്നോ ഭാവഭേദമില്ലാതെ ഉറങ്ങാതെ കാവലിരിക്കുന്ന ഒരു ലക്ഷ്മണനെ നമ്മൾ കാണുകയാണ്. വനദേവതമാരെ പാലിച്ചുകൊള്ളുക, മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ. നിസ്സഹായനായി ശ്രീരാമന്റെ അടുത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും ലക്ഷ്മണന്റെ മനസ്സിലുള്ളത് സീതാദേവിയുടെ സംരക്ഷണമാണ്. ഒരു നയതന്ത്രജ്ഞന്റെ അഥവാ ഒരു രാഷ്ട്രതന്ത്രജ്ഞന്റെ പ്രായോഗിക ബുദ്ധി ഉപയോഗിക്കുന്ന ഒരു ലക്ഷ്മണനെ നമുക്കവിടെ കാണാൻ സാധിക്കും. നമസ്കാരം. വോയിസ് ഓഫ് കുറ്റൂരിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായി നമ്മൾ രാമായണ പൊരുൾ തേടിയുള്ള ഒരു യാത്രയിലാണല്ലോ. നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ പ്രഭാഷകർ രാമായണത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരമ്പരയാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം ഗവൺമെന്റ് ആർട്സ് കോളേജിലെ കൊമേഴ്സ് വിഭാഗം തലവനായിരുന്ന പ്രൊഫസർ KR സുകുമാരൻ നായരാണ്. ഗവൺമെന്റ് ആർട്സ് കോളേജിൽ നിന്നുള്ള റിട്ടയർമെന്റിന് ശേഷം ഇദ്ദേഹം കോന്നിയിലെ മന്നം മെമ്മോറിയൽ NSS കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്നു. അതുകൂടാതെ തിരുവല്ല മാക്ഫസ് കോളേജിലെ അക്കാഡമിക് ഡയറക്ടറും കൂടിയായിരുന്നു. സുകുമാരൻ നായർ സാർ അറിയപ്പെടുന്നൊരു ആധ്യാത്മിക പ്രഭാഷകൻ കൂടിയാണ്. രാമായണത്തിലെ ലക്ഷ്മണനെയാണ് അദ്ദേഹം ഇന്ന് നമുക്ക് പരിചയപ്പെടുന്നത്. സുകുമാരൻ നായർ സാറിനെ നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. സാർ ഇന്ന് ലക്ഷ്മണനെ ആണല്ലോ നമ്മുടെ വ്യൂവേഴ്സിനെ പരിചയപ്പെടുത്തുന്നത്. സാഹോദര്യത്തിന്റെ പ്രതീകമായിട്ടാണ് ലക്ഷ്മണനെ കാണുന്നത് അല്ലേ? ശ്രീരാമൻ എന്ന കേന്ദ്ര കഥാപാത്രവുമായി ബന്ധപ്പെട്ട് സത്വ രജോ തമോ ഗുണഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വൈവിധ്യമാർന്ന സമൂഹങ്ങൾക്ക് പുറമെ പർവ്വതങ്ങള്, സമുദ്രങ്ങൾ, നദികൾ, മൃഗങ്ങള്, പക്ഷികള്, ഔഷധികള് തുടങ്ങി ചേതനങ്ങളും അചേതനങ്ങളുമായ അനേകം കഥാപാത്രങ്ങളാൽ സമ്പുഷ്ടമാണ് വാൽമീകിയാൽ വിരചിതമായ രാമായണം എന്ന മഹാപ്രപഞ്ചം. ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ ജീവാത്മാവ് പരമാത്മാവിലേക്ക് എന്ന പോലെ ശ്രീരാമനിലേക്ക് ഒഴുകിയെത്തുന്നതായും രാമലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നതിലേക്കും എത്തിച്ചേരുന്നു. രാമായണത്തിന്റെ കഥാഗതികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്മണൻ എന്ന കഥാപാത്രം ആദ്യന്തം രാമായണ മഹാകാവ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാം. സാഹോദര്യ സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമാണ് ലക്ഷ്മണൻ. ഒരു ആദർശ സഹോദരൻ എന്ന പോലെ ശ്രീരാമന്റെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും രാമനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കഥാപാത്രമാണ് ലക്ഷ്മണൻ. അതുകൊണ്ട് തന്നെ രാമായണ കഥാഗതികളിലൂടെ ലക്ഷ്മണനെ പിന്തുടരുമ്പോൾ പല സന്ദർഭങ്ങളിലും വളരെ വൈശിഷ്ട്യമാർന്ന സ്വഭാവ വിശേഷങ്ങൾ ലക്ഷ്മണനിൽ പ്രകടമാകുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം കൗസല്യയുടെ പുത്രനായ ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരവും സുമിത്രയുടെ പുത്രനായ ലക്ഷ്മണൻ ആദിശേഷന്റെ അഥവാ അനന്തന്റെ അവതാരവുമാണ്. ആ വിശ്വാസ പ്രമാണം ഒന്നുകൊണ്ട് തന്നെ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ സാഹോദര്യ സ്നേഹങ്ങൾ രാമായണത്തില് ഉടനീളം പ്രതിപാദിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ശ്രീരാമന്റെ സന്തത സഹചാരിയാണ് എപ്പോഴും ലക്ഷ്മണൻ. വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യപ്രകാരം ശ്രീരാമൻ അദ്ദേഹത്തിന്റെ യാഗ സംരക്ഷണാർത്ഥം പോകുമ്പോൾ കൂടെ ലക്ഷ്മണനും പുറപ്പെടുകയാണ്. ശ്രീരാമനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലക്ഷ്മണൻ കൂടുതൽ വൈകാരികമായി പ്രചോദിതനാണ് എന്നുള്ള വസ്തുതയും നമ്മൾ പലപ്പോഴും പല സന്ദർഭങ്ങളിലായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല സന്ദർഭങ്ങളിലും ലക്ഷ്മണന് ശ്രീരാമൻ വേണ്ട ഉപദേശങ്ങൾ നൽകുന്നതായും ആ ഉപദേശങ്ങളെല്ലാം തന്നെ ലക്ഷ്മണൻ ശിരസാ വഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും വൈകാരികമായി പ്രചോദിതനായ ലക്ഷ്മണനെ രാമായണത്തിൽ നമ്മൾ പ്രകടമായി കാണുന്ന ഭാഗം എന്ന് പറയുന്നത് കൈകേയിയുടെ ആവശ്യപ്രകാരം ദശരഥ മഹാരാജാവ് ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ അഭിഷേക കർമ്മം മുടങ്ങുമ്പോൾ
സ്വന്തം പിതാവായ ദശരഥനെ പോലും ബന്ധനസ്ഥനാക്കിയാലും ശ്രീരാമദേവന്റെ ആ അഭിഷേകം നടത്തണം എന്ന തരത്തിൽ വളരെയധികം ദേഷ്യത്തോടെ പ്രകോപിത ഭാവത്തിൽ നിൽക്കുന്ന ലക്ഷ്മണനെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഈ സന്ദർഭത്തിലാണ് ശ്രീരാമന്റെ ലക്ഷ്മണോപദേശം നമ്മുടെ രാമായണത്തിലെ ഒരു വിശിഷ്ടമായ ഒരു അധ്യായമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ശ്രീരാമൻ ലക്ഷ്മണനെ സംബോധന ചെയ്യുന്നത് തന്നെ വത്സ, സൗമിത്രേ, കുമാര, ആ 3 വാക്കുകളിലൂടെ ശ്രീരാമൻ ലക്ഷ്മണനെ സംബോധന ചെയ്യുമ്പോൾ തന്നെ ആ ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ആ ഒരു ഹൃദയസ്പർശിയായ സഹോദര സ്നേഹം വളരെയധികം സ്പഷ്ടമാണ്. അതുപോലെ തന്നെ ആ സാഹചര്യത്തിൽ നമ്മൾ കാണുകയാണ്, പ്രകോപിതനായ ആ ഒരു ലക്ഷ്മണൻ ശ്രീരാമന്റെ ഉപദേശം ശിരസാവഹിക്കുന്നു. പക്ഷേ ശ്രീരാമന്റെ ഉപദേശം സ്വീകരിച്ച ലക്ഷ്മണൻ 14 വർഷക്കാലം സ്വന്തം മാതാപിതാക്കന്മാരെ ഉപേക്ഷിച്ച് രാജകീയമായ സുഖസൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് സ്വപത്നിയെ തനിച്ചാക്കിക്കൊണ്ട് ശ്രീരാമനോടും സീതയോടുമൊപ്പം ജടാവൽക്കലധാരിയായി വനവാസത്തിന് പുറപ്പെടുന്ന ഒരു ലക്ഷ്മണനെയാണ് നമ്മളിവിടെ കാണുക. ഈ സാഹചര്യത്തിൽ നാം ചിന്തിക്കേണ്ടത്, കൈകേയിക്ക് കൊടുത്ത വരം അനുസരിച്ച് 14 വർഷം ശ്രീരാമൻ വനവാസം അനുഷ്ഠിക്കുക, അതോടൊപ്പം തന്നെ ഭരതനെ രാജാവായി വാഴിക്കുക എന്നുള്ളതും കൈകേയിയുടെ ഒരു ആവശ്യമായിരുന്നു. കൈകേയിയുടെ ഈ ആവശ്യം പ്രാവർത്തികമാക്കിയാൽ നമുക്കറിയാം, ശ്രീരാമനും ലക്ഷ്മണന്റെ സഹോദരനാണ്, ഭരതനും ലക്ഷ്മണന്റെ സഹോദരനാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സഹോദരൻ എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഭരതനോടൊപ്പം രാജഭരണങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സന്തുഷ്ടമായ അല്ലെങ്കിൽ സൗകര്യപ്രദമായ സുഖസമ്പന്നമായ ഒരു ജീവിതം നയിക്കാവുന്ന ഒരു വഴിയുണ്ട്. പക്ഷേ ശ്രീരാമൻ എപ്പോഴും ആദർശ പുരുഷനാണ്. അതുകൊണ്ട് തന്നെ സത്യത്തെ തേടിയെത്തിയുള്ള ധർമ്മത്തെ അനുകരിച്ചുകൊണ്ടുള്ള ആ ഒരു യാത്രയിൽ പങ്കാളിയാകാണ് ലക്ഷ്മണന്റെ ധർമ്മം. അതുകൊണ്ട് തന്നെ 14 വർഷക്കാലം ലക്ഷ്മണന് ശ്രീരാമനോടൊപ്പം സീതയോടൊപ്പം വനവാസത്തിന് പുറപ്പെടുകയാണ്. ആ വനവാസത്തിന് പുറപ്പെടുമ്പോൾ എപ്പോഴും ഒരു കരുതൽ പോലെ ശ്രീരാമനെയും സീതയെയും സംരക്ഷിച്ചു കൊള്ളുന്ന ഒരു ലക്ഷ്മണന്റെ മനോഭാവം വളരെ ഉദാത്തമായ ഒരു സഹോദര സ്നേഹത്തിന്റെ ഭാവ ആവിഷ്കാരമാണ്. പഞ്ചവടിയിൽ എത്തിയപ്പോൾ ശ്രീരാമനും സീതയും ലക്ഷ്മണനും അവർക്കവിടെ താമസിക്കുന്നതിന് വേണ്ടി വനത്തിലെ തടികളും മറ്റ് ഇലകളും ഒക്കെ തന്നെ എടുത്തുകൊണ്ട് വളരെ കരവിരുതലോടുകൂടി ഭാവനാസമ്പന്നമായ രീതിയിൽ പർണശാല ചമച്ച ലക്ഷ്മണനെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പർണശാല തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി എന്ന വാക്കാണ് രാമായണത്തിൽ ഉപയോഗിക്കുന്നത്. അത്ര മനോജ്ഞമായിട്ടാണ് ആ പർണശാല ലക്ഷ്മണൻ പണിതീർത്തത്. അങ്ങനെ പർണശാലയിൽ ശ്രീരാമനും സീതയും എങ്ങനെയാണോ അവര് അയോധ്യയിൽ താമസിച്ചിരുന്നത്, അതേ രീതിയിൽ ആ വനവാസ കാലത്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യമാണ് ലക്ഷ്മണൻ ഉണ്ടാക്കുക. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത, ശ്രീരാമനും സീതയോടൊപ്പം ലക്ഷ്മണൻ വനവാസത്തിന് പുറപ്പെടുമ്പോൾ തന്റെ മാതാവായ സുമിത്രയോട് വനവാസത്തിന് പുറപ്പെടാനുള്ള അനുവാദം ചോദിക്കുവാൻ രാമലക്ഷ്മണന്മാർ എത്തുമ്പോൾ സുമിത്രാദേവി നൽകുന്ന ഒരു ഉപദേശമുണ്ട്. ആ ഉപദേശം, രാമം ദശരഥം വിധിം മാം വിധി ജനകാത്മജാം അയോധ്യാം അടവീം വിധി ദശ താത യഥാസുഖം. ശ്രീരാമനെ ദശരഥ മഹാരാജാവിനെ പോലെയും സീതാദേവിയെ മാതാവായ എന്നെ പോലെയും അടവിയെ അയോധ്യയെ പോലെയും നീ കാണുക, എന്നിട്ട് സുഖമായി യാത്ര ചെയ്ത് തിരിച്ചു വരിക എന്ന് പറയുന്ന ആ സുമിത്രയുടെ ഉപദേശം ഈ വനവാസ കാലത്തും രാമായണത്തിന്റെ എല്ലാ കഥാരൂപഭാവങ്ങളിലെല്ലാം തന്നെയും ലക്ഷ്മണൻ ഈ സുമിത്രയുടെ ഉപദേശം ശിരസാവഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശ്രീരാമനും സീതയും പർണശാലയില് അതായത് താമസിക്കുന്ന സാഹചര്യങ്ങൾ, അതായത് ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും താമസിക്കുമ്പോൾ അവരുടെ ഭക്ഷണങ്ങള് വനങ്ങളിൽ നിന്നും ശേഖരിച്ച ഫലങ്ങളൊക്കെ തന്നെ യഥാസമയങ്ങള് ഭക്ഷണങ്ങളായി ലക്ഷ്മണൻ നൽകുന്നു. ചാപബാണം എടുത്തുകൊണ്ട് പകലെന്നോ രാത്രിയോ എന്നോ ഭാവഭേദമില്ലാതെ ഉറങ്ങാതെ കാവലിരിക്കുന്ന ഒരു ലക്ഷ്മണനെ നമ്മൾ കാണുകയാണ്. പക്ഷെ ഈ ഒരു സാഹചര്യങ്ങളിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വൈകാരികമായി പ്രചോദിതനാണ് ലക്ഷ്മണൻ പല സന്ദർഭങ്ങളിലും. ആ ഒരു സന്ദർഭം ഇവിടെയും നമുക്ക് ദൃശ്യമാണ്. രാവണന്റെ നിർദ്ദേശപ്രകാരം പൊന്മാനായി മാരീചൻ എത്തുന്ന ഒരു അവസരം, ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതയുടെ അടുത്തു നിന്നും മാറ്റുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പൊന്മാനിന്റെ വേഷത്തിൽ മാരീചൻ അവിടെ എത്തുക. ആ പൊന്മാനിനെ കണ്ട് ആകൃഷ്ടയായ സീതാദേവി ആ പൊന്മാനെ തനിക്ക് പിടിച്ചു തരണമെന്ന് പറയുകയും അത് ശാഠ്യം പിടിക്കുമ്പോൾ ശ്രീരാമൻ പൊന്മാനിനെ പിടിക്കാനായിട്ട് പോവുകയാണ്. പൊന്മാനെ പിടിക്കാനായി ശ്രീരാമൻ യാത്രയായപ്പോൾ രാമ സീതാ തത്വം
ഗ്രഹിച്ച ലക്ഷ്മണൻ സീതയുടെ സുരക്ഷ ആണ് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത്. പക്ഷേ പൊന്മാനിന്റെ വേഷത്തിലെത്തിയ മാരീചൻ ശ്രീരാമന്റെ സ്വരം അനുകരിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മണ സീതയെ എന്ന് വിലപിച്ചത് കേട്ടുമ്പോൾ സീത വിചാരിക്കുകയാണ് ശ്രീരാമന് അപകടം സംഭവിച്ചിരിക്കുന്നു, ആ അപകടം സംഭവിച്ചിരിക്കുന്നു, അതുകൊണ്ട് ശ്രീരാമനെ രക്ഷപ്പെടുത്തണം. അതിന് സീതയും നിയോഗിക്കുന്നത് ലക്ഷ്മണനെയാണ്. അപ്പോഴെല്ലാം ലക്ഷ്മണൻ സീതയോട് പറയുന്നുണ്ട്, ദേവി, രാമന് യാതൊരു വിധമായ അപകടവും സംഭവിക്കില്ല. ശ്രീരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. ആ ദൈവിക ശക്തി കൊണ്ട് ശ്രീരാമചന്ദ്രന് യാതൊരു വിധമായ അപകടവും സംഭവിക്കില്ല. എങ്കിലും സീതാദേവി കൂടുതൽ ലക്ഷ്മണനെ നിർബന്ധിക്കുന്നു രാമന്റെ അടുത്തേക്ക് യാത്രയാകുവാൻ. ആ ലക്ഷ്മണൻ അത് കൂട്ടാക്കാതെ വരുന്ന സന്ദർഭങ്ങളിൽ മനസാ വാച കർമ്മണ ലക്ഷ്മണൻ ഒരവസരങ്ങളിൽ പോലും ചിന്തിക്കാത്ത, ആഗ്രഹിക്കാത്ത പദപ്രയോഗങ്ങൾ സീതാദേവിയിൽ നിന്നുണ്ടാവുകയും ആ സമയത്ത് ലക്ഷ്മണനെ കരുഷമായ വാക്കുകളിലൂടെ സീതാദേവി കുറ്റപ്പെടുത്തിയപ്പോൾ ലക്ഷ്മണൻ ഒരു നിസ്സഹായനായി ശ്രീരാമന്റെ അടുത്തേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. നിസ്സഹായനായി ശ്രീരാമന്റെ അടുത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും ലക്ഷ്മണന്റെ മനസ്സിലുള്ളത് സീതാദേവിയുടെ സംരക്ഷണമാണ്. ആ സീതാദേവിയെ പർണശാലയിൽ ആക്കിയിട്ട് ലക്ഷ്മണൻ യാത്രയാകുന്ന ആ ഒരു സമയം പറയുകയാണ്, വനദേവതമാരെ പാലിച്ചുകൊള്ളുക, മനുവംശാധീശ്വര പത്നിയെ വഴി പോലെ എന്ന് പറയുമ്പോൾ ആ വനദേവതമാരെ സീതയുടെ സംരക്ഷണം ഏൽപ്പിച്ചുകൊണ്ടാണ് ശ്രീരാമന്റെ അടുത്തേക്ക് ലക്ഷ്മണൻ യാത്രയാവുക. മാരീചനെ നിഗ്രഹിച്ച ശേഷം തിരിച്ചെത്തിയ ശ്രീരാമനും ലക്ഷ്മണനും മനസ്സിലാക്കുന്നത് സീതയെ അപഹരിച്ചുപോയി എന്നുള്ള വസ്തുതയാണ്. ലക്ഷ്മണരേഖ എന്ന ഒരു സങ്കല്പം നമ്മളൊക്കെ പലപ്പോഴും ഭാഷകളിൽ നിറഞ്ഞു നിൽക്കുന്നു. വാൽമീകി രാമായണത്തില് ലക്ഷ്മണരേഖ എന്നൊരു പരാമർശമില്ലെങ്കിൽ പോലും ഒരു നിയന്ത്രണ രേഖ എന്ന ഒരു തലത്തിൽ വരുമ്പോൾ ആ ലക്ഷ്മണരേഖയ്ക്കും പ്രാധാന്യം ഏറുകയാണ്. ലക്ഷ്മണരേഖ എന്ന് പറയുന്നത് ഭാഷയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പദപ്രയോഗമാണ്. അത് ഒരു നിയന്ത്രിത രേഖ എന്ന രീതിയിൽ പല സന്ദർഭങ്ങളിലും പ്രായോഗിക തലത്തിൽ അതിന്റെ പ്രയോജനം നമ്മൾ കണ്ടുവരുന്നു. രാവണൻ സീതാലക്ഷ്മിയെ അപഹരിച്ചുകൊണ്ട് പോയി എന്ന് വസ്തുത അറിയുന്ന ലക്ഷ്മണൻ വളരെയധികം ദുഃഖിതനായി കാണപ്പെടുന്ന ഒരു സന്ദർഭം രാമായണത്തിൽ നമുക്ക് ദൃശ്യമാണ്. ആ കാലയളവില് ലക്ഷ്മണൻ സീതയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി വളരെയധികം ഒരു നയതന്ത്രജ്ഞന്റെ അഥവാ ഒരു രാഷ്ട്രതന്ത്രജ്ഞന്റെ പ്രജ്ഞയോടുകൂടി പ്രായോഗികമായി ചിന്തിക്കുകയും പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ലക്ഷ്മണനെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും സുഗ്രീവനുമായി സന്ധി ചെയ്യുന്ന അവസരത്തില് വിഭീഷണനുമായുള്ള ബന്ധുത്വം സ്വീകരിക്കുന്നതിൽ വാനരപ്പടയുമായി യോജിച്ച് സേതുബന്ധനത്തിൽ ഏർപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ആ വൈകാരിക ഭാവത്തെ വിട്ടുകൊണ്ട് ഒരു നയതന്ത്രജ്ഞന്റെ അഥവാ ഒരു രാഷ്ട്രതന്ത്രജ്ഞന്റെ പ്രായോഗിക ബുദ്ധി ഉപയോഗിക്കുന്ന ഒരു ലക്ഷ്മണനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ രാമായണ കഥകളില് രാമന്റെ അയനമാണ് രാമായണം. പക്ഷെ അതോടൊപ്പം തന്നെ ലക്ഷ്മണന്റെ ഒരു മനോസഞ്ചാരം കൂടി രാമായണത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു എന്നുള്ളത്. ഇനിയും രാമായണ കഥാഗതികളിലൂടെ നമ്മൾ പോകുമ്പോൾ സ്വന്തമായി യാതൊന്നും ഇച്ഛിക്കാതെ ഒരു ത്യാഗത്തിന്റെ രൂപവുമാണ് ലക്ഷ്മണൻ. സർവ്വ സുഖ സൗകര്യങ്ങളെയും എന്റെ ജ്യേഷ്ഠന് വേണ്ടി ത്യജിക്കുന്ന ഒരു ലക്ഷ്മണനാണ് നമ്മൾ രാമായണത്തിൽ കാണുക. തിരിച്ച് ശ്രീരാമനും സീതയുമായി തിരിച്ച് അയോധ്യയിലെത്തുന്ന ഭാവവും അവിടെയും ലക്ഷ്മണന്റെ സ്വഭാവ വൈശിഷ്ട്യം വളരെ നിസ്തുലമായ ഒരു സ്നേഹത്തിന്റെ പ്രതീകമായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഉത്തര രാമായണത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ശ്രീരാമൻ മര്യാദ പുരുഷോത്തമനാണ്, ധർമ്മിഷ്ഠനാണ്, പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങളാണ് ഒരു രാജാവിന്റെ കർമ്മം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ശ്രീരാമചന്ദ്രൻ. പ്രജാക്ഷേമ തൽപരനാണ്. പക്ഷേ പ്രജകളിൽ നിന്നും ആക്ഷേപം ഉയർന്നേക്കാം എന്ന ഒരു സാഹചര്യത്തിൽ സീതയെ പരിത്യജിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സീതയെ പരിത്യജിക്കുന്ന സന്ദർഭത്തിൽ അതും സീതാദേവിയെ പരിത്യജിക്കുക എന്ന് പറയുന്ന വളരെ മനോവിഷമം ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം, അതും ശ്രീരാമചന്ദ്രൻ ഏൽപ്പിച്ചത് ലക്ഷ്മണകുമാരനെയാണ് എന്നുള്ളതാണ്. സ്വയം ഒന്നും ആഗ്രഹിക്കാതെ സഹോദര്യ സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമായി വർത്തിച്ച ലക്ഷ്മണകുമാരൻ മാം വിധി ജനകാത്മജാം എന്ന ആ വിശേഷത്തെ എപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ടിരുന്ന ആ ലക്ഷ്മണകുമാരൻ സീതയെ പരിത്യജിക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആ ലക്ഷ്മണൻ അനുഭവിക്കുന്ന ഒരു മനോവ്യഥ. അവിടെ സീതയെ പരിത്യജിക്കുകയാണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് സീതയ്ക്ക് നൽകാതെയാണ് ശ്രീരാമൻ ലക്ഷ്മണനോടും മറ്റ്
സഹോദരങ്ങളോടും ഒക്കെ ഈ വസ്തുത അറിയിക്കുക. അങ്ങനെ സീതയെ പരിത്യജിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലേറ്റിക്കൊണ്ട് സീതയോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു ലക്ഷ്മണനെ നമ്മളെ ഏത് വിധത്തിലാണ് വിവരിക്കേണ്ടത് എന്നുള്ളത് വാക്കുകൾക്ക് അതീതമാണ്. അവിടെ ഗംഗാനദിക്കപ്പുറത്തുള്ള വാൽമീകി ആശ്രമത്തിന് സമീപം സീതയെ പരിത്യജിക്കേണ്ടി വരുന്നു എന്നുള്ളത് ലക്ഷ്മണകുമാരൻ അറിയാം. ഗംഗാനദി കടന്ന് വാൽമീകിയുടെ ആശ്രമത്തിൽ എത്തുമ്പോഴേക്കും പൊട്ടിക്കരയുന്ന ഒരു ലക്ഷ്മണകുമാരനെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിക്കുമ്പോഴും ആ ലക്ഷ്മണൻ ആസ്വദിച്ച ത്യാഗത്തിന്റെ ഒരു മനോജ്ഞമായ ഭാവമുണ്ട്. പക്ഷെ ആ ഭാവത്തിലെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഒരു ദുഃഖത്തിന്റെ ഭാവം ലക്ഷ്മണൻ ഏറ്റെടുക്കേണ്ടി വരിക. ആ സമയത്ത് പൊട്ടിക്കരയുന്ന ലക്ഷ്മണനോട് സീതാദേവി ആവശ്യപ്പെടുകയാണ്, എന്താണ് കുമാര, നിന്റെ മനോവ്യഥയ്ക്ക് കാരണം എന്താണ് എന്ന് സീതയുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരുന്ന ലക്ഷ്മണകുമാരന്റെ മനോഭാവം വാക്കുകൾക്കൊക്കെ അതീതമാണ്. അങ്ങനെ ലക്ഷ്മണൻ സീതയെ പരിത്യജിക്കുന്നു. സീത അവസാനം ചോദിക്കുന്നു, ലക്ഷ്മണകുമാര, എന്തിനാണ് ഈ കരയുന്നത്? ഇത്രമാത്രം മനോവ്യഥയ്ക്ക് എന്താണ് ആവശ്യം എന്ന് പറയുമ്പോൾ നിവൃത്തിയില്ലാതെ ലക്ഷ്മണന്റെ ആ ദൗത്യം സീതയെ അറിയിക്കുകയാണ്. പ്രജാസംരക്ഷണ തൽപരനായ ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം സീതാദേവിയെ വാൽമീകി ആശ്രമത്തിന് പരിത്യജിക്കേണ്ടി വരുന്നു എന്നൊരു വസ്തുത ലക്ഷ്മണന് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ രാമായണത്തില് വളരെ പ്രകടമായി കാണുന്ന ഒരു ഭാവവുമാണ് അത്. ശ്രീരാമന്റെ ദൗത്യങ്ങളെല്ലാം ഏറ്റെടുത്തത് ലക്ഷ്മണനാണ്. വിനയാന്വിതനായിട്ടാണ് ലക്ഷ്മണൻ ഈ ദൗത്യങ്ങളൊക്കെ ഏറ്റെടുക്കുക. ശ്രീരാമനെ ലക്ഷ്മണൻ കണ്ടിരുന്നത് തന്നെ ഒരു ജ്യേഷ്ഠൻ എന്നതിന് ഉപരിയായിട്ട് ഒരു ഗുരുവിന്റെ സ്ഥാനവും ഒക്കെ നൽകിയിരുന്നു എന്നുള്ളതാണ്. പഞ്ചവടിയില് താമസിക്കുന്ന കാലത്ത് ലക്ഷ്മണൻ ശ്രീരാമനോട് ആവശ്യപ്പെടുന്നുണ്ട്, മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, പത്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. അതായത് അജ്ഞാനത്തെ നീങ്ങുന്നതിന് വേണ്ടി ആ മുക്തിമാർഗം ഭഗവാനെ എന്നോട് ഉപദേശിക്കണമേ എന്നൊക്കെ പറയുന്ന സന്ദർഭങ്ങളും രാമായണത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലക്ഷ്മണനാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടി വരിക എന്നുള്ളതാണ്. സീതാപരിത്യാഗം എന്ന ആ ഒരു ദൗത്യം നിർവഹിച്ചതിന് ശേഷം തിരിച്ച് ശ്രീരാമസന്നിധിയിലേക്ക് എത്തുന്ന ഒരു ലക്ഷ്മണനെ സുചരിതയായ, പരിശുദ്ധയായ, പതിവ്രതയായ, സർഗുണ സമ്പന്നയായ സീതാദേവിയെ പരിത്യജിച്ച ശേഷം തിരിച്ചെത്തുന്ന ലക്ഷ്മണൻ വാചാലനല്ലാതെ കാണുന്ന ഒരവസ്ഥയും നമുക്ക് രാമായണത്തിൽ കാണാം. ശ്രീരാമൻ ലക്ഷ്മണനെ എല്ലാ ദൗത്യങ്ങളും ഏർപ്പെടുത്തുമ്പോൾ അത് ശിരസാ വഹിക്കുമ്പോഴും ശ്രീരാമന്റെ എല്ലാ ആജ്ഞയും ലക്ഷ്മണകുമാരൻ ഏറ്റെടുക്കുന്നു. ശ്രീരാമനെ അശ്വമേധം നടത്തിയപ്പോൾ ലവകുശന്മാർ പിടിച്ചു കെട്ടിയ കുതിരയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ലവകുശന്മാരുമായി യുദ്ധം ചെയ്യേണ്ടി വരുന്നതും ലക്ഷ്മണൻ തന്നെയാണ്. അങ്ങനെ ചുരുക്കത്തിൽ ലക്ഷ്മണൻ ശ്രീരാമന്റെ നിഴലായി നിന്നുകൊണ്ട് രാമായണ കഥായാനത്തെ പൂർണ്ണമാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഒരു കഥാപാത്രമാണ്. വോയിസ് ഓഫ് കുറ്റൂരിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. This is Radhakrishnan Kuttur signing off from Voice of Kuttur, bridging heritage and headlines. Thank you. Voice of Kuttur, bridging heritage and headlines.